നമുക്കിന്ന് സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ഡേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് ടോട്ടൽ 5 മാർക്കാണ് കേട്ടോ. 5 മാർക്കിൽ എ എന്ന് പറയുന്ന പോർഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ ഉണ്ട്, സി ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ബി ക്വസ്റ്റ്യനും 2 മാർക്കാണ്, സി ക്വസ്റ്റ്യൻ്റെ 1 മാർക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The distance to the center of the earth is about 6,371 കിലോമീറ്റർ. എർത്തിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് എവിടെ നിന്ന്, സർഫസ് ഓഫ് ദി എർത്തിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6,371 കിലോമീറ്റർ ആണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ എർത്ത്സ് ഇൻറ്റീരിയർ ഡയറക്ട്ലി. നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് ഡയറക്റ്റായിട്ട് നേരിട്ട് നമുക്ക് അറിവൊന്നും ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളൊന്നും ലഭ്യമല്ല. The knowledge about the interior of the earth is based on scientific സ്റ്റഡീസ് ആൻഡ് കൺക്ലൂഷൻസ്. സയൻറ്റിഫിക് സ്റ്റഡീസിൻ്റെയും കൺക്ലൂഷൻസിൻ്റെയും ബേസിസിലാണ് നമുക്ക് എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള അറിവൊക്കെ ലഭിക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഹൗ കുഡ് വി കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്? എർത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? By examining materials that reach the earth's surface through the volcanic eruption. വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. രണ്ടാമത്തെ ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്. ഖനികളിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്ത്. അടുത്തത് ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് ഉണ്ടാവില്ലേ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ തരംഗങ്ങളുണ്ടാവും. വേവ്സ്, തരംഗങ്ങളുണ്ടാവും. അതിൻ്റെ മോഷൻസ്, അതിൻ്റെ തരംഗങ്ങളുടെ ചലനം അനലൈസ് ചെയ്ത് നമുക്ക് ഭൂമിയുടെ ഇന്റേണൽ പോർഷനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ക്രസ്റ്റ്? ക്രസ്റ്റിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്, നെയിംലി കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ശരിയാണോ തെറ്റാണോ ആ സ്റ്റേറ്റ്മെന്റ്? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും ക്രസ്റ്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇറ്റ് ഈസ് ഫോംഡ് ബൈ അയൺ ആൻഡ് നിക്കൽ. ആണോ ക്രസ്റ്റ് ഫോം ചെയ്തേക്കുന്നത് അയണും നിക്കലും കൊണ്ടാണോ? അല്ല, അത് ഫോം ചെയ്തേക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ കോറാണ് അയണും നിക്കലും കൊണ്ട് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ബി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത സി നോക്കൂ. ഇറ്റ് ഹാസ് 2 പാർട്സ്, നെയിംലി ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. ഈ ക്രസ്റ്റിന് 2 പാർട്ടുണ്ട്, ലിത്തോസ്ഫിയർ എന്നും അസ്തനോസ്ഫിയർ എന്നും. ശരിയാണോ? തെറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി ദ ലിത്തോസ്ഫിയർ ഇസ് ദ ഔട്ടർ മോസ്റ്റ് റോക്കി പാർട്ട് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള റോക്കി പാർട്ടാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് എയും ഡിയും ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? ഡി ഓപ്ഷൻ നോക്കൂ, എ ആൻഡ് ഡി അല്ലേ? അപ്പം ഇവിടുത്തെ ആൻസർ ഏതാണ്? എ ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷനാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് ദ, അപ്പോൾ ഇതും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നോക്കിയോളൂ. വാട്ട് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് കാൾഡ്? എർത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ എന്താ പറയുന്നത്? ഏതാണ്? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാൻറ്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള അത് മാർക്ക് ചെയ്തിട്ട് ഏതാ? ക്രസ്റ്റ് അല്ലേ? ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ഏതാണ്? ക്രസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് 5 മാർക്കിൻ്റെ ഒന്നാമത്തെ ആക്ടിവിറ്റി. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. ദ പ്രസൻസ് ഓഫ് ദി ഓസോൺ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട്സ് ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ. ഓസോണ് നമ്മുടെ അൾട്രാവയലറ്റ് റേസിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. സെപ്റ്റംബർ 16 ഈസ് ഒബ്സർവ്ഡ് ആസ് ദ വേൾഡ് ഓസോൺ ഡേ. ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 ആണ്. It was declared as Ozone Layer Protection Day by the United Nations General Assembly in 1988. 1988 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണ് ഓസോൺ ഡേ ആയിട്ട് ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസോൺ ഡേ ആയിട്ട് സെപ്റ്റംബർ 16 ആചരിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ് ഓൺ എർത്ത്? അൾട്രാവയലറ്റ് റേസ് ഉണ്ടല്ലോ, UV റേസ് എർത്തിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നോക്കിയുള്ളൂ. ഒന്നാമത്തത് കൊളാപ്സ് ഓഫ് ദി ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിന് എന്ത് ചെയ്യുന്നു? കൊളാപ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആഹാര ശൃംഖല നശിപ്പിക്കുന്നു. ക്രോപ്പ് ഡാമേജ്, വിളകൾ നശിക്കുന്നു. സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ സ്റ്റണ്ട് ചെയ്യുന്നു, മുരടിപ്പിക്കുന്നു. ദെൻ ഏർലി ഏജിങ്, അകാല വാർദ്ധക്യം. ബ്ലൈൻഡ്നെസ്, അന്ധത. കാറ്ററാക്റ്റ്, തിമിരം. സ്കിൻ ക്യാൻസർ, ഈ ത്വക്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് UV റേസ് കൊണ്ടുള്ള ദോഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഈ ആക്ടിവിറ്റി, സെക്കൻഡ് ആക്ടിവിറ്റിക്ക് മൊത്തം 5 മാർക്കാണ്. അതിൽ UV റേസ് കൊണ്ടുള്ള ദോഷങ്ങൾ അതിൻ്റെ മാർക്ക് 4 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഈ പോയിന്റ് എല്ലാം എഴുതണ്ട, ഏതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ മതി. ഇനി അടുത്ത 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ? വേൾഡ് ഓസോൺ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. ഈ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. സബ് കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് വിത്ത് ദ സെയിം വെറൈറ്റി ഓഫ് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലൈമറ്റ്സ് ആസ് കോണ്ടിനെന്റ്സ്. അതായത് കോണ്ടിനെന്റ്സിനേതുപോലെ തന്നെ ഭൂപ്രകൃതി വിഭാഗങ്ങളും പിന്നെ ക്ലൈമറ്റും ഒക്കെ ഉള്ള പാർട്ടാണ് കോണ്ടിനെന്റൽ ഏരിയ ആണ് സബ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൗ ക്യാൻ ബി ക്ലാസിഫൈ ടോപ്പോഗ്രഫി ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ ടോപ്പോഗ്രഫി, അതായത് ഭൂപ്രകൃതിയെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഏതൊക്കെയാണ്? മൗണ്ടെയിൻ റേഞ്ച്, പർവ്വതനിരകൾ, വാസ്റ്റ് പ്ലെയിൻസ്, അതിവിശാലമായിട്ടുള്ള സമതലങ്ങൾ, ഡെസേർട്ട് റീജിയൻസ്, മരുഭൂമി, പ്ലേറ്റോസ് എന്ന് വെച്ചാൽ പീഠഭൂമികൾ, കോസ്റ്റൽ പ്ലെയിൻസ്, തീര സമതലങ്ങൾ, ആൻഡ് ഐലൻഡ്സ്, പിന്നെ ദ്വീപുകൾ. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഈ എല്ലാ കാര്യങ്ങളും എഴുതണം. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഡയറക്റ്റായിട്ട് ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ അല്ലേ. 1 ദ ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശം, ദ ഓൾട്ടിറ്റ്യൂഡ്, ഉയരം, ഫിസിയോഗ്രഫി, ഭൂപ്രകൃതി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, സമുദ്ര സാമീപ്യം, വിൻഡ്, കാറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. The Green Revolution was a program that massively increased the production of food grains using high-yielding seeds, fertilizers, pesticides, new technologies, loans at low interest rates and scientific irrigation. അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം ഇൻക്രീസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് അല്ലേ. എങ്ങനെയാണ് ഈ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്? യൂസിങ് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള സീഡ് ഉപയോഗിച്ച് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, പിന്നെ പുതിയ ടെക്നോളജീസ്, കുറഞ്ഞ പലിശയിൽ ലോൺ കൊടുത്ത്, പിന്നെ സയൻറ്റിഫിക് ഇറിഗേഷൻ, ഇതൊക്കെ സക്സസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഏതാണ്? 1ാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഇതിൽ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. എൻഷുർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്പ്. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. ഇത്രയാണ് ബെനിഫിറ്റ്സ്. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതിയാകും. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ഇത്രയാണ് ബെനിഫിറ്റും ലിമിറ്റേഷൻസും. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ ഇംപ്ലിമെന്റിംഗ് മെനി പോവർട്ടി അലീവിയേഷൻ സ്കീംസ് ടു ഇറാഡിക്കേറ്റ് the prevailing poverty in our country. Write the names of 2 such projects and their objectives. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോവർട്ടി അലീവിയേഷന് വേണ്ടിയിട്ട്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും 2 പ്രോജക്റ്റിൻ്റെ പേരും അതിൻ്റെ ഒബ്ജക്റ്റീവും അതിൻ്റെ ലക്ഷ്യവും എഴുതണം. അപ്പോൾ നമുക്കത് നോക്കാം. ഇതും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ 6-7 പ്രോഗ്രാംസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. അതിൻ്റെ ഒബ്ജക്റ്റീവ് എഴുതണം. ടെക്സ്റ്റിൽ ഇത് ഉണ്ട്, ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർക്ക് ഞാൻ ഈ എല്ലാ വീഡിയോസും, സോഷ്യൽ സയൻസിലെ എല്ലാ വീഡിയോസിൻ്റെയും പ്ലേലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുവരെ 7ാം ക്ലാസ്സിൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് കേട്ടോ. 9ാമത്തെ യൂണിറ്റ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയോളൂ. 1ാമത്തത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. 2ാമത്തത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. 3 ലൈഫ് പ്ലാൻ. 4 അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. പിന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PM പോഷൻ, സുഭിക്ഷ കേരളം. അപ്പോൾ ഇങ്ങനെ 7 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും 2 എഴുതുക. അതിന് ഒബ്ജക്റ്റീവും എന്താണെന്ന് എഴുതണം കേട്ടോ. അതിൻ്റെ ഒബ്ജക്റ്റീവും എന്താണെന്ന് നമ്മളിവിടെ എഴുതണം. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ? ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ.
അടുത്ത അഞ്ചാമത്തെ ആക്ടിവിറ്റി, മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും അഗ്രികൾച്ചറിലാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത്. എവരി ക്രോപ്പ് ഹാസ് സർട്ടൻ പീരിയഡ്സ് ഫോർ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. എല്ലാ ക്രോപ്പിനും ഒരു പീരീഡ് ഉണ്ട്, അതിനെ വിളവ് ഇറക്കുന്നതിനും വിളവെടുക്കുന്നതിനും. ദർ ആർ മെയിൻലി 3 അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മൊത്തം 3 അഗ്രികൾച്ചറൽ സീസൺസ് ആണുള്ളത്. അപ്പോൾ ഇതെവിടെ ഒന്നാമത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഖാരിഫ് അതിൻ്റെ മന്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ വരുന്ന ക്രോപ്സ് ഏതൊക്കെയെന്ന് എഴുതണം. റാബി, അതുപോലെ പിന്നെ അടുത്ത ഏതാണോ അത്. അപ്പോൾ ഇത് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നോക്കിയോ, ഒന്നാമത്തത് ഏതാണ്? ഒന്നാമത്തെ അഗ്രികൾച്ചർ സീസൺ ആണ് ഖാരിഫ്. ഖാരിഫ് ജൂൺ ജൂലൈ മാസത്തിലാണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. അതിൻ്റെ ക്രോപ്സ് ഏതൊക്കെയാണ് അതിൽ വരുന്നത്? പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്റ. മുകളിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അടുത്തത് റാബി, രണ്ടാമത്തെ ക്രോപ്പിംഗ് സീസൺ ആണ് റാബി എന്ന് പറയുന്നത്. റാബി ഏതൊക്കെ മാസമാണ്? ഒക്ടോബർ നവംബർ മാസത്തിലാണ്. സോയിങ് മന്ത് എന്ന് പറഞ്ഞാൽ അതായത് വിളവ് ഇറക്കുന്നത് അല്ലേ. സോയിങ് മന്ത് ഒക്ടോബർ നവംബർ മാസത്തിലാണ്. അടുത്തത് അതിൽ വരുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? വീറ്റ്, പൾസസ്, മസ്റ്റാർഡ്. ഗോതമ്പ്, പിന്നെ പൾസസും പിന്നെ മസ്റ്റാർഡ്, കടുക്, പയറുവർഗ്ഗങ്ങൾ. പൾസസ് എന്ന് വെച്ചാൽ പയറുവർഗ്ഗങ്ങൾ. ഇതെല്ലാമാണ് ഏതിൽ വരുന്നത്? റാബിയിൽ വരുന്നത്. അടുത്തത് ഏതാണ് അഗ്രികൾച്ചർ സീസൺ? സെയ്ദ്. ഏതാണ്? സെയ്ദിൻ്റെ എന്താണ് സോയിങ് മന്ത് എന്ന് പറയുന്നത് സമ്മർ സീസണിലാണ്. ദെൻ അതിൽ വരുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, കാറ്റിൽ ഫീഡ് ക്രോപ്സ്. ഇതെല്ലാം ഏതിലാണ് വരുന്നത്? സെയ്ദ് എന്ന് പറയുന്ന ആ ഒരു ക്രോപ്പിംഗ് സീസണിലാണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാർക്ക് ദ സ്റ്റേറ്റ്സ് ദാറ്റ് കൾട്ടിവേറ്റ് വീറ്റ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. താഴെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയെന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാപ്പ് തന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാപ്പ് പഠിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്സ് എവിടെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള മാപ്പ് ഇതാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്. Gandhiji believed that the soul of India resides in the villages and only through the development of the villages the progress of the country can be attained. അതായത് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. എന്താ വിശ്വസിച്ചിരുന്നത്? ഈ സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. ഈ ഒരു വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അപ്പോൾ അതിൽ എന്നിട്ട് താഴെ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലിസ്റ്റ് ഗാന്ധിജീസ് വ്യൂസ് ഓൺ വില്ലേജ് ഡെവലപ്മെൻറ്റ്. വില്ലേജ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ വ്യൂസ് അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്താണ്? വില്ലേജസ് ഷുഡ് ബിക്കം ഫുള്ളി സെൽഫ് ഗവേണിംഗ് റിപ്പബ്ലിക്സ്. ഒന്നാമത്തത്, അതായത് ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും ഒരു സെൽഫ് ഗവേണിംഗ് റിപ്പബ്ലിക്സ് ആകുക. അതൊന്നാമത്തത്. രണ്ടാമത്തത്, അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ്. ഗ്രാമങ്ങളുടെ മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ്, പ്രധാന ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? സെൽഫ് സഫിഷ്യൻസി കൈവരിക്കണം. അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കേറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ്. ഗ്രാമങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തത കൈവരിക്കണം. അടുത്ത പോയിന്റ്, മ്യൂച്വൽ അസിസ്റ്റൻസ് വിത്ത് അതേഴ്സ് ഷുഡ് ഓൺലി ഹാപ്പൻ വെൻ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. പരസ്പര ആശ്രയത്തിൽ ഏർപ്പെടുക എപ്പോഴും മാത്രം? വെൻ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. അത് വളരെയധികം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ മാത്രം പരസ്പരം ആശ്രയത്തിൽ ഏർപ്പെടുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ദ പ്രൈമറി ഫോക്കസ് ഓഫ് വില്ലേജസ് ഷുഡ് ബി ഓൺ ഇൻക്രീസിംഗ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കോട്ടൺ കൾട്ടിവേഷൻ ഫോർ ക്ലോത്ത്. ഗ്രാമങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഭക്ഷ്യവിളവും പിന്നെ തുണിക്ക് ആവശ്യമായ നമ്മുടെ കോട്ടൻ്റെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. അടുത്ത പോയിന്റ്, വില്ലേജസ് ഷുഡ് ഹാവ് ഡിസൈൻഡ് ഏരിയാസ് ഫോർ ലൈവ് സ്റ്റോക്ക്. കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടായിരിക്കണം. അടുത്തത്, there should be recreational facilities and entertainment for both adults and children. കുട്ടികൾക്കും മുതിർന്നവർക്കും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ റീക്രിയേഷണൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിരിക്കണം. ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ കൾട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ലാൻഡ് അല്ലെങ്കിൽ ഭൂമി നമ്മൾ ഉപയോഗിക്കണം എന്തിനു വേണ്ടിയിട്ട്? ഫോർ കൾട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. കൾട്ടിവേഷനും പ്രൊഡക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ഭൂമി ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ എല്ലാ പോയിന്റ്സും വലിച്ചു വാരി എഴുതണമെന്നില്ല. ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം.
അടുത്ത ഇതിൽ ബി ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയോളൂ, ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. റീജിയണൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ പ്രാദേശിക വികസനത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. രണ്ടാമത്തത് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്, അതായത് ഡെവലപ്മെൻറ്റൽ നീഡ്സ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ മുൻഗണന നിശ്ചയിക്കുന്നു ഡെവലപ്മെൻറ്റൽ നീഡ്സിന്. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലോക്കൽ എക്കണോമി അല്ലേ, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ആവുന്നു. മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. മാർജിനലൈസ്ഡ് എന്ന് വെച്ചാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഗെറ്റ് ലഭിക്കുന്നു. എന്തൊക്കെ ലഭിക്കുന്നു? ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. ലീഡർഷിപ്പ് നേതൃപാഠവും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഭരണകാര്യങ്ങളിൽ പരിചയവും ലഭിക്കുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. സാധാരണക്കാരായ കോമൺ ആയിട്ടുള്ള പീപ്പിൾ, കോമൺ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിക്കുന്നു. പിന്നെ അവർക്ക് അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നു. പാർട്ടിസിപ്പേഷൻ അല്ലേ, പങ്കാളിത്തം ലഭിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും 2 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. അടുത്ത സി ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി ബൽവന്ത് റായ് മേത്ത വിച്ച് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് പഞ്ചായത്തി രാജ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം ഫസ്റ്റ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എവിടെയാ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് സ്റ്റേറ്റിലാണ്? എവിടെയാണ്? രാജസ്ഥാൻ. എവിടെയാണ്? രാജസ്ഥാനാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ രാജസ്ഥാൻ. അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം 5 മാർക്ക്. എയും ബിയും 2 മാർക്ക്, സി എന്ന് പറഞ്ഞത് 1 മാർക്ക്. മൊത്തം 5 മാർക്ക് ആക്ടിവിറ്റി 6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയല്ലോ, മാപ്സ് ആർ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. മാപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ഇൻഫർമേഷൻ്റെ വലിയൊരു സോഴ്സാണ്. ആൻഡ് വി യൂസ് ഡിഫറെൻറ്റ് മാപ്സ് ഫോർ വെറൈറ്റി ഓഫ് പർപ്പസസ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വിവിധ തരം മാപ്പുകൾ വിവിധ തരം പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. വി യൂസ് എവറിത്തിങ് ഫ്രം പ്രിൻറ്റഡ് മാപ്സ് ഓൺ പേപ്പർ ടു ഡിജിറ്റലി പ്രിപ്പയർഡ് മാപ്സ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മാപ്പ് മുതൽ ഡിജിറ്റലായിട്ട് പ്രിപ്പയർ ചെയ്ത മാപ്പ് വരെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിജിറ്റലി പ്രിപ്പയർഡ് മാപ്പ് എന്ന് നമ്മൾ ഫോണിലൊക്കെ നമ്മൾ മാപ്പ് എടുക്കൂലേ, ലാപ്ടോപ്പിലും ഫോണിലൊക്കെ എടുക്കൂലേ, അതിനാണ് ഡിജിറ്റലി പ്രിപ്പയർഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള മാപ്പ് വരെ നമ്മൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഗിവൺ ബിലോ. ഗ്ലോബിൻ്റെ മാപ്പിൻ്റെയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ മാസ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാപ്പ്. ഇതിൽ ഗ്ലോബിൻ്റെ ഫീച്ചേഴ്സ്, ഗ്ലോബിൻ്റെ അതുപോലെ മാപ്പിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ഫീച്ചേഴ്സ് ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓരോന്നും നോക്കിയിട്ട് ഗ്ലോബിൻ്റെ ഫീച്ചർ ആണെങ്കിൽ ഗ്ലോബിൻ്റെ ഫീച്ചറിലോട്ട് എഴുതണം, മാപ്പിൻ്റെ ഫീച്ചർ ആണെങ്കിൽ മാപ്പിൻ്റെ ഫീച്ചറിലോട്ട് എഴുതണം. ഞാൻ ഇത് വായിക്കുന്നില്ല, ആൻസർ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നോക്കിയോ, ഗ്ലോബിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ യഥാർത്ഥ മോഡൽ. പിന്നെ സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗോളാകൃതിയിലുള്ള ഒരു ചിത്രീകരണം. Then gives a comprehensive visual sense of the earth as it is illustrated completely. ഈ നമ്മുടെ എർത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇലസ്ട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു വിഷ്വൽ സെൻസ് ലഭിക്കുന്നു. എങ്ങനെയാണ് ഭൂമി ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ലഭിക്കുന്നു. ഏത് കാണുമ്പോൾ? ഗ്ലോബ് കാണുമ്പോൾ. ഇനി ലോങ്ജിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇലസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇലസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾസ്. ലോങ്ജിറ്റ്യൂഡൽ ലൈൻസ് അതായത് രേഖാംശം ഉണ്ടല്ലോ, രേഖാംശ രേഖകൾ നമ്മൾ സെമി സർക്കിൾസ് ആയിട്ടും ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടുമാണ് ഏതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഗ്ലോബിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബിൽ പറയുന്നത്. ഇനി അടുത്തത് മാപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഒരു 2 ഡയമെൻഷണൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏതിൽ കൂടെ? മാപ്പിൽ കൂടെ കിട്ടുന്നത്. അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. ഈ നമ്മുടെ എർത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ മൊത്തം റെപ്രസെൻറ്റേഷൻ ഒരു പ്ലെയിൻ പേപ്പറിലായിരിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ ഭൂമിയുടെ മൊത്തത്തിലുള്ള റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ്റെ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അങ്ങനെ ഒരു ചെറിയ പോർഷൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ ഒരു പ്ലെയിൻ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസിൽ നമുക്ക് കിട്ടുന്നു. ഏത് വഴി? മാപ്പ് വഴി. അടുത്തത് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ്സ് ആർ ഇലസ്ട്രേറ്റഡ് ആർ സ്ട്രേറ്റ് ലൈൻസ്. ഇതൊരു പ്ലെയിൻ പേപ്പറിൽ പ്ലെയിൻ സർഫസിലാണ് അല്ലേ. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോങ്ജിറ്റ്യൂഡും നമുക്ക് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടോ അങ്ങനെയൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഇതിലെങ്ങനെയാണ് വരയ്ക്കുന്നത്? സ്ട്രേറ്റ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്സും ലോങ്ജിറ്റ്യൂഡും സ്ട്രേറ്റ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അടുത്ത നോക്കിക്കോളൂ. വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആൻഡ് ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ എ ട്രിപ്പ്. ഒരു സ്പെസിഫിക് പ്ലേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും
പിന്നെ നമുക്കൊരു ട്രിപ്പ് പോകാനുള്ള വഴികളൊക്കെ കണ്ടുപിടിക്കാനും അത് പ്ലാൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഏത് മാപ്പാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? മാപ്പാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഗ്ലോബിനേക്കാളും മാപ്പാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇത് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ ഈ പോയിന്റ്സ് എല്ലാം ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പീരിയഡ് വാസ് ദ ഓൾഡസ്റ്റ് നോൺ മാപ്പ് മെയ്ഡ്? ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാപ്പ് നമ്മൾ നിർമ്മിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? കുറച്ച് കാലഘട്ടം ഇവിടെ തന്നിട്ടുണ്ട്. BCE 2500, BCE 4000, BCE 3000. ഏതാണ്? BCE 2500, 2500 BCEയിലാണ് ഏറ്റവും ഓൾഡസ്റ്റ് നോൺ മാപ്പ് മെയ്ഡ് ചെയ്തത്. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 8 ആണ്. ഫുഡ് സെക്യൂരിറ്റി മീൻസ് എൻഷുറിംഗ് ദാറ്റ് എവരി വൺ ഇൻ എ കമ്മ്യൂണിറ്റി ഓൾവേസ് ഹാസ് ആക്സസ് ടു അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സേഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ദ കണ്ടീഷൻസ് നെസസറി ടു ഒബ്റ്റെയിൻ ഇറ്റ്. അതായത് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ എല്ലാ പേർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വളരെ പോഷകപ്രദമായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നു എന്നതായിരിക്കണം അല്ലേ? ദോ വി ആർ ട്രൈങ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്? ത്രൂ ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. ആൻഡ് സ്ട്രീംലൈൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വളരെ എഫക്റ്റീവ് ആകണം. വി ആർ സ്റ്റിൽ ഫേസിങ് സം ചലഞ്ചസ്. എന്നാലും നമ്മൾ കുറച്ച് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എട്ടാമത്തെ ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ക്യാൻ വി എൻഷുർ ഫുഡ് സെക്യൂരിറ്റി? എന്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിയാത്തത്? ആൻസർ നോക്കാം. അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ നോക്കിയോളൂ. പോപ്പുലേഷൻ ഗ്രോത്ത്, എന്താണ്? ജനസംഖ്യാ വർധനവ്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ, കൃഷിയോടുള്ള ആഭിമുഖ്യക്കുറവ്. നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങൾ. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. ആബ്സെൻസ് ഓഫ് സബ്സിഡികളുടെ അഭാവം. വാർ, യുദ്ധം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ. അടുത്ത ഇതിൻ്റെ അകത്തുള്ള ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ്? സബ്സിഡി റേറ്റിൽ ഈ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? ഫൈൻ മോർ, കംപ്ലീറ്റ് ദ ലിസ്റ്റ്. താഴെ 2 കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സിവിൽ സപ്ലൈസ്, നീതി സ്റ്റോർ 2 കൊടുത്തിട്ടുണ്ട്. ബാക്കി ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഹോർട്ടികോർപ്പ്. ഇതൊക്കെയാണ് സബ്സിഡൈസ്ഡ് റേറ്റിൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതെത്രയാണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം 8 ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. ഈ 8 ആക്ടിവിറ്റിയിൽ 5 മാർക്ക് വെച്ച് ഓരോ ആക്ടിവിറ്റിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും 6 ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ.